നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ ചിക്കൻ ഫ്രൈ ആണ്. കാരണം ഈസ്റ്റെന്നോ വെസ്റ്റെന്നോ നോർത്തെന്നോ സൗത്തെന്നോ ഇല്ലാതെ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ ഫ്രൈ. എൻ്റെ പേര് അക്ഷയ്. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിവിടെ ഒരു 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് പെരിഞ്ജീരകം, ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, ഇനി ഒരല്പം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായി ചൂടായ പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് നമ്മുടെ തക്കടുമുണ്ടൻ ലെഗ് പീസുകളെ ഓരോന്നോരോന്നായി പറക്കിയിടാം. ഇത് കണ്ടോ, ഒരു കാല് വലുതും ഒരു കാല് ചെറുതും. ഏത് വീട്ടിലായി ഈ വലിയ ലെഗ് പീസിന് വേണ്ടി അടിയുണ്ടാകാത്തത്? ഇനി ഉള്ള ഗ്യാപ്പിൽ നമുക്ക് ഇവന്മാരെ ഇതുപോലെ പറക്കിയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ തിളച്ച എണ്ണയില്ലേ, അത് തന്നെ ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ കോരിയെടുത്ത് ഇതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനും ഓർക്കണേ. ഇപ്പം ഒരു സൈഡ് സെറ്റായെന്ന് തോന്നുന്നു. നമുക്കിനി ഇവന്മാരെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവന്മാരെ കാണാൻ തന്നെ എന്തൊരു ചേല. നമ്മളെപ്പോൾ തട്ടുകട പോയാലും ഈ എണ്ണയെ കിടന്ന് മുരിയുന്ന ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ അതിനെ വറുത്ത് കോരുന്നതും നമ്മൾ ഒരു കാര്യമില്ലാതെ നോക്കി നിൽക്കാറില്ലേ? ഇനി നമുക്ക് ഇവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ ഒന്ന് വറുത്ത് കോരി വെക്കാവേ. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കഴിക്കാൻ അല്പം സ്പെഷ്യൽ മസാലപ്പൊടി കൂടി തയ്യാറാക്കിയെടുക്കാമേ. അതിനായി ബാക്കി വന്ന എണ്ണയിൽ ഒരു സവാള അരിഞ്ഞത്, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, ചുവന്ന മുളക് ക്രഷ് ചെയ്തത്, ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കണ്ടോ മക്കളെ, ഇപ്പോഴാണ് ഇവനൊരു കംപ്ലീറ്റ് സ്റ്റാർ ആയത്. നമ്മുടെ ചിക്കൻ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു.